ഹലോ, വെൽക്കം ബാക്ക് ടു കാപ്രിക്കോൺ തോട്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് സദ്യയിലൊക്കെ ഒഴിച്ചുകൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചെറുപയർ പരിപ്പ്, തേങ്ങ ചിരകിയത്, ചെറിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്നിട്ടിട്ട് ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് പരിപ്പിൻ്റെ ആ ഒരു പച്ച കുത്തൽ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. എനിക്ക് ഏകദേശം ഒരു 4 വിസിൽ മതിയായിട്ടോ ഇത് പരിപ്പ് വെന്ത് വരാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കാവുന്നതാണ്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മഷി രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഈ അരപ്പ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ എൻ്റെ കുക്കറിൽ 4ാമത്തെ വിസിലും വന്നു. അത് ആവി ഞാൻ മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനത് തുറന്നുള്ളൂ. അപ്പോൾ ദാ എൻ്റെ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഞാൻ ദാ പരിപ്പൊന്ന് സ്മാഷ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ആ പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഈ പരിപ്പ് എല്ലാം ഒന്ന് എടുത്തിട്ടിട്ട്, ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പരിപ്പം നമ്മുടെ ഈ പാത്രത്തിലിട്ട് അതിൻ്റെ കൂടെ അരപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ പിന്നെ സ്റ്റൗ ഓൺ ചെയ്തത്. അപ്പോൾ അരപ്പും കൂടി ഇതാ ഞാൻ ചേർക്കുകയാണ്. അരപ്പും കൂടി ചേർത്ത് ആ മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ എന്താ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പരിപ്പും തേങ്ങ അരപ്പും കൂടി നല്ലോണം മിക്സായിട്ട് വരും. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതാ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചു കൂട്ടി കഴിക്കാവുന്ന പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.